മനക്കരുത്തുള്ളവർ ഒഴിവാക്കുന്ന 13 ശീലങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരേ യോഗ്യതകളുള്ള രണ്ട് വ്യക്തികളുടെ ജീവിത വിജയം പലപ്പോഴും രണ്ട് തരത്തിലായിരിക്കും. ഒരാൾ പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ മറ്റൊരാൾ അതേ പ്രതിസന്ധികളെ ചവിട്ടുപടികളാക്കി മാറ്റി മുന്നോട്ട് കുതിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ ബാഹ്യ സാഹചര്യങ്ങളിലല്ല, മറിച്ച് അവരുടെ മാനസിക കരുത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പ്രശസ്ത സൈക്കോതെറാപ്പിസ്റ്റായ ആമി മൂറിൻ തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയ ആശയങ്ങളെ മുൻനിർത്തിയാണ് 13 തിങ്സ് മെന്റലി സ്ട്രോങ് പീപ്പിൾ ഡോണ്ട് ഡു എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. മാനസിക കരുത്തുള്ള മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്ത 13 കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ സാധാരണയായി ശരീരത്തിന്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകാറുണ്ട്. ജിമ്മിൽ പോകുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം മസിലുകളും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാനാണ്. എന്നാൽ ശരീരത്തെ പോലെ തന്നെ നിരന്തരമായ പരിശീലനം ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ മനസ്സും. ശാരീരികമായി നമ്മൾ എത്ര ശക്തനാണെങ്കിലും മാനസികമായി തളർന്നു പോയാൽ മനുഷ്യന് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. മാനസിക കരുത്ത് ജനിക്കുമ്പോഴേ ചിലർക്ക് കിട്ടുന്ന ഒരു സവിശേഷതയല്ല, അതൊരു പേശി അഥവാ മസിൽ പോലെയാണ്. കൃത്യമായ പരിശീലനത്തിലൂടെ ആർക്കും വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണത്. മാനസികമായി ശക്തരാകാൻ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല വേണ്ടത്, നമ്മളെ ഉള്ളിൽ നിന്ന് തളർത്തുന്ന ചില മോശം ശീലങ്ങളെ ഉപേക്ഷിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വളർന്നു വന്നിട്ടുള്ള ചില നെഗറ്റീവ് ശീലങ്ങൾ, സ്വയം സഹതാപം, മാറ്റങ്ങളോടുള്ള ഭയം, ഭൂതകാലത്തിൽ ജീവിക്കൽ, പെട്ടെന്നുള്ള ഫലങ്ങൾക്കായുള്ള തിടുക്കം എന്നിവയെ എങ്ങനെ തിരിച്ചറിയാം എന്നും അവയെ എങ്ങനെ മറികടക്കാം എന്നും ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഈ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ പുസ്തകം വെറുമൊരു വായനയ്ക്കപ്പുറം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. ഇതിലെ ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ സ്വന്തം ചിന്തകളെയും ശീലങ്ങളെയും വിലയിരുത്താൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ മറ്റാരുടെയും കൈകളിൽ കൊടുക്കാതെ സ്വന്തം ജീവിതത്തിന്റെ യഥാർത്ഥ ശില്പിയാകാൻ ഈ വായന നിങ്ങളെ സഹായിക്കട്ടെ. മനക്കരുത്തുള്ളവർ ഒഴിവാക്കുന്ന ആ 13 ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, മനക്കരുത്തുള്ളവർ സ്വന്തം അവസ്ഥയെ ഓർത്ത് സങ്കടപ്പെട്ട് സമയം കളയില്ല. ജീവിതത്തിൽ നാം എല്ലാവരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. ചിലപ്പോൾ അത് പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗമാകാം, കരിയറിലെ തകർച്ചയാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു സാമ്പത്തിക നേട്ടം കൈവിട്ടു പോയതാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യ സഹജമായി നമ്മുടെ മനസ്സിൽ ആദ്യം ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നതായിരിക്കും. ചുറ്റുമുള്ള ലോകം മുഴുവൻ സന്തോഷമായിരിക്കുമ്പോൾ താൻ മാത്രം നിർഭാഗ്യവാനാണ് എന്ന തോന്നലാണ് സ്വയം സഹതാപം അഥവാ സെൽഫ് പിറ്റി എന്ന കെണിയിലേക്ക് നമ്മെ നയിക്കുന്നത്. എന്നാൽ മാനസിക കരുത്തുള്ള മനുഷ്യരുടെ പ്രധാന സവിശേഷത അവർ തങ്ങൾക്ക് സംഭവിച്ച ദൗർഭാഗ്യങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് തങ്ങളുടെ വിലപ്പെട്ട സമയം കളയില്ല എന്നതാണ്. സങ്കടപ്പെടാതിരിക്കുക എന്നതിനർത്ഥം വികാരങ്ങളില്ലാത്ത ഒരു യന്ത്രത്തെ പോലെ ജീവിക്കുക എന്നല്ല. വേദനയും സങ്കടവും പ്രകൃതിദത്തമായ വികാരങ്ങളാണ്. എന്നാൽ ആ വേദനയിൽ തന്നെ ജീവിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇര താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അതിൽ ഒരു തരം സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അപകടം. നമ്മൾ ഈ സ്വയം സഹതാപത്തിന്റെ വലയത്തിൽ അകപ്പെടുമ്പോൾ അബോധപൂർവമായി നമ്മൾ വിചാരിക്കുന്നത് സങ്കടപ്പെട്ടിരുന്നാൽ സാഹചര്യങ്ങൾ തനിയെ മാറുമെന്നാണ്. എന്നാൽ പരാതികൾ പറഞ്ഞ് സമയം കളയുന്നത് വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നമ്മുടെ ചിന്താശേഷിയും ഊർജവുമാണ് യഥാർത്ഥത്തിൽ ചോർന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കെണിയിൽ വീണുപോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായും മറ്റുള്ളവരുടെ ശ്രദ്ധയും അനുഭാവവും പിടിച്ചുപറ്റാൻ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന എളുപ്പ വഴിയാണിത്. നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന താത്കാലിക ആശ്വാസം നമ്മെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. കൂടാതെ സാഹചര്യങ്ങളെയും വിധിയെയും കുറ്റം പറയുന്നതിലൂടെ ആ പ്രശ്നത്തെ നേരിടാനും അതിൽ നിന്ന് പുറത്തു കടക്കാനുമുള്ള കഠിനാധ്വാനത്തിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും നമ്മൾ താത്കാലികമായി ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഈ ശീലം നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ വരാനിരിക്കുന്ന നല്ല അവസരങ്ങളെ കാണാൻ കഴിയില്ല.
ഇത് നമ്മുടെ ബന്ധങ്ങളെ വല്ലാതെ ദോഷകരമായി ബാധിക്കും. എപ്പോഴും സ്വന്തം സങ്കടങ്ങളും പരാതികളും മാത്രം പറയുന്ന, പോസിറ്റീവായി ഒന്നും സംസാരിക്കാനില്ലാത്ത ഒരാളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പതുക്കെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകും. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ശീലിക്കുക. ജീവിതത്തിൽ ലഭിക്കാതെ പോയ കാര്യങ്ങളുടെ വലിയ പട്ടിക നോക്കി സങ്കടപ്പെടുന്നതിന് പകരം നിലവിൽ നമുക്കുള്ള നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അത് ആരോഗ്യമുള്ള ശരീരമാകാം, കൂടെയുള്ള നല്ല മനുഷ്യരാകാം, അല്ലെങ്കിൽ തലചായ്ക്കാൻ ഒരിടമാകാം. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും 3 നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ശീലിക്കുക. യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക. സംഭവിച്ചു പോയ ഒരു കാര്യത്തെയും സമയത്തെ പുറകോട്ട് തിരിച്ചുവിട്ട് തിരുത്താൻ നമുക്കാവില്ല. എന്നാൽ ആ സാഹചര്യത്തോട് ഇനി എങ്ങനെ പ്രതികരിക്കണം എന്നത് പൂർണ്ണമായും നമ്മുടെ കൈകളിലാണ്. പരാതിക്കാരന്റെ സ്ഥാനത്ത് നിന്ന് മാറി പരിഹാരം കണ്ടെത്തുന്ന ആളായി സ്വയം മാറുക. 2. മനക്കരുത്തുള്ളവർ തങ്ങളുടെ അധികാരം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കില്ല. നിങ്ങളുടെ സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങളുടെ മൂഡ് നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റമാണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങൾ മറ്റാരുടെയോ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാനസികമായി കരുത്തുള്ള വ്യക്തികൾ തങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള പരമാധികാരം എപ്പോഴും സ്വന്തം കൈകളിൽ തന്നെ സൂക്ഷിക്കുന്നു. അവർ ഒരിക്കലും തങ്ങളുടെ മനസ്സിന്റെ സമാധാനം കെടുത്താൻ മറ്റുള്ളവർക്ക് ലൈസൻസ് നൽകില്ല. അവൻ കാരണം എന്റെ ഇന്നത്തെ ദിവസം മുഴുവൻ പോയി, ബോസ് വഴക്കു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്ന് കുട്ടികളോട് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയാറുണ്ട്. ഈ പ്രസ്താവനകളിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത്, എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. മറ്റുള്ളവർ വിചാരിച്ചാൽ എന്നെ സങ്കടപ്പെടുത്താനും ദേഷ്യം പിടിപ്പിക്കാനും സാധിക്കും എന്നാണ്. അതായത് നമ്മുടെ മാനസികാവസ്ഥയുടെ ഉത്തരവാദിത്വം നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാനും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം തോന്നാനും വേണ്ടി സ്വന്തം താല്പര്യങ്ങളും മൂല്യങ്ങളും ബലി കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അധികാരം അവർക്ക് നൽകുകയാണ്. ആരുമായും ഒരു തർക്കത്തിന് നിൽക്കേണ്ട എന്നു കരുതി സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാതിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ വിമർശനങ്ങളെ അമിതമായി ഭയന്ന് ജീവിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതുതന്നെയാണ്. സ്വന്തം തീരുമാനങ്ങളെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ് പതുക്കെ ഇല്ലാതാകുന്നത്. സ്വന്തം അധികാരം മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വന്തം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. നിരന്തരമായി മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത് ഉള്ളിൽ വലിയ തോതിലുള്ള നിരാശയും ദേഷ്യവും വളർത്താൻ കാരണമാകും. ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തിൽ കൃത്യമായ അതിരുകൾ, ഹെൽത്തി ബൗണ്ടറീസ് നിശ്ചയിക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ചിന്തകളിലോ എത്രത്തോളം ഇടപെടാം എന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്മണ രേഖ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളോട് മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് കരുതാതെ സ്നേഹപൂർവ്വം നോ എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ സംസാര ശൈലിയിൽ മാറ്റം വരുത്തുക. അവൻ എന്നെ വേദനിപ്പിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം അവന്റെ മോശം പെരുമാറ്റത്തോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം, അത് എന്റെ തന്നെ തീരുമാനമാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളെ മാനസികമായി തളർത്താൻ നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് മാനസിക കരുത്തിന്റെ അടിത്തറ. 3. മനക്കരുത്തുള്ളവർ മാറ്റങ്ങൾ കണ്ട് ഭയന്നോടില്ല. പ്രകൃതിയും കാലവും മനുഷ്യരും എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഭൂരിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മാറ്റങ്ങളെയാണ്. നിലവിലുള്ള സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ടു പോയതുകൊണ്ട് അതിൽ തന്നെ തുടരാൻ ആളുകൾ താത്പര്യപ്പെടുന്നു. തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു തരം ഭയമാണിത്. എന്നാൽ മനക്കരുത്തുള്ളവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നില്ല. പകരം അവർ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയും കാലത്തിനനുസരിച്ച് സ്വയം മാറാൻ തയ്യാറാവുകയും ചെയ്യുന്നു. നമ്മുടെ മസ്തിഷ്കം എപ്പോഴും പരിചിതമായ സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപരിചിതമായ പുതിയ സാഹചര്യങ്ങൾ, അതൊരു പുതിയ ജോലിയാകാം,
ഒരു പുതിയ സ്ഥലത്തേക്കുള്ള താമസം മാറലാകാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതാകാം. എന്തു തന്നെയായാലും അത് മനസ്സിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ, ഒരുപക്ഷെ ഞാൻ പരാജയപ്പെട്ടാലോ എന്നൊക്കെയുള്ള അനാവശ്യ ചിന്തകൾ നമ്മളെ എപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ തളച്ചിടാൻ ശ്രമിക്കും. മാറ്റങ്ങളെ ഭയക്കുന്ന വ്യക്തികളുടെ ചില ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാം. നിലവിലുള്ള ജോലിയിൽ ഒട്ടും തൃപ്തിയില്ലെങ്കിലും ശമ്പളം കുറവാണെങ്കിലും അത് വിട്ടുപോകാൻ അവർ മടിക്കും. ഓഫീസുകളിലോ ബിസിനസ്സിലോ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതിനെ എതിർക്കാനും പഴയ രീതികൾ തന്നെ തുടരാനും അവർ ശ്രമിക്കും. ബന്ധങ്ങളിൽ വലിയ തകർച്ചകൾ നേരിടുമ്പോൾ പോലും മാറ്റങ്ങൾക്ക് തയ്യാറാകാതെ ആ പഴയ നരകതുല്യമായ അവസ്ഥയിൽ തന്നെ അവർ കഴിഞ്ഞുകൂടും. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതുകൊണ്ട് വലിയ ദോഷങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ വ്യക്തിപരമായ വളർച്ച അവിടെ മുരടിക്കുന്നു. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാത്ത ഒരാൾക്ക് പുതിയ അറിവുകളോ കഴിവുകളോ നേടാൻ കഴിയില്ല. കാലത്തിനനുസരിച്ച് മാറാത്ത ബിസിനസ്സുകളും വ്യക്തികളും പതുക്കെ വിപണിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. സ്മാർട്ട് ഫോണുകളുടെ വരവോടെ തങ്ങളുടെ പരമ്പരാഗത ശൈലി മാറ്റാൻ തയ്യാറാകാതിരുന്ന നോക്കിയ പോലുള്ള വലിയ ബ്രാൻഡുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. മാറാൻ വിസമ്മതിച്ചാൽ നമ്മൾ ഒരേ സ്ഥാനത്ത് തന്നെ തുടരുകയും ജീവിതം വിരസമായി മാറുകയും ചെയ്യും. മാറ്റങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് ചില കാര്യങ്ങൾ ശീലിക്കാം. വലിയ മാറ്റങ്ങളിലേക്ക് പെട്ടെന്ന് ചാടി വീഴാതെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തുടങ്ങുക. നിങ്ങളുടെ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. പുതിയൊരു പുസ്തകം വായിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ പുതിയൊരു വഴിയിലൂടെ യാത്ര ചെയ്യുക. ഇത് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കും. ഒരു മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭനഷ്ടങ്ങൾ കൃത്യമായി ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കുക. പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ്. ഭയം പലപ്പോഴും സാങ്കല്പികമാണ്. കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ യഥാർത്ഥ ചിത്രം വ്യക്തമാകുകയും ഭയം കുറയുകയും ചെയ്യും. മാറ്റങ്ങളെ ഒരു ഭീഷണിയായി കാണാതെ ജീവിതത്തിൽ വളരാനും പുതിയ അനുഭവങ്ങൾ നേടാനും ഉള്ള സുവർണ അവസരമായി കാണാൻ പഠിക്കുക. 4. മനക്കരുത്തുള്ളവർ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി ഊർജം കളയില്ല. നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്നവ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ അധ്വാനം. 2, നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാത്തവ, മറ്റുള്ളവരുടെ പെരുമാറ്റം, ഒരു ട്രാഫിക് ബ്ലോക്ക്, കാലാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലം. ഭൂരിഭാഗം ആളുകളും മാനസികമായി തളർന്നു പോകുന്നത് തങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യങ്ങളെ മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴാണ്. എന്നാൽ മനക്കരുത്തുള്ളവർ തങ്ങളുടെ ഊർജം എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവരാണ്. നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യരെ ശ്രദ്ധിച്ചാൽ ഇതറിയാം. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ അവർ വല്ലാതെ ദേഷ്യപ്പെടും. വണ്ടിയിലിരുന്ന് ഹോണടിക്കും, കൂടെയുള്ളവരോട് തട്ടിക്കയറും. ഇവിടെ ചിന്തിക്കേണ്ടത്, ട്രാഫിക് ബ്ലോക്ക് എന്നത് ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണോ? അല്ല. പക്ഷേ ആ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് സ്വന്തം കൈകളിലാണ്. ദേഷ്യപ്പെട്ട് സ്വന്തം മൂഡ് കളയുന്നതിനു പകരം നല്ലൊരു പാട്ടോ പോഡ്കാസ്റ്റോ കേട്ട് ആ സമയം ആസ്വദിക്കാൻ മനക്കരുത്തുള്ളവർക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പോലും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? അതിനു പിന്നിൽ വലിയൊരു ആശങ്ക ഒളിഞ്ഞിരിപ്പുണ്ട്. ആങ്സൈറ്റി. എല്ലാം തങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി. കൺട്രോൾ ഫ്രീക്ക് ആകുക എന്നത് ഉള്ളിൽ ഭയം ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയം കാരണം അവർ മറ്റുള്ളവരുടെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും അമിതമായി നിയന്ത്രിക്കാൻ നോക്കുന്നു. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നത് കടുത്ത മാനസിക സമ്മർദ്ദവും നിരാശയുമാണ്. മറ്റൊരാളുടെ സ്വഭാവം മാറ്റാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവർ സ്വയം മാറാൻ തയ്യാറാകാത്തിടത്തോളം അത് നടക്കില്ല. ഈ ശ്രമം നിങ്ങളുടെ ഊർജവും സമയവും സമാധാനവും നശിപ്പിക്കും. ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ സ്വയം ഈ ചോദ്യം ചോദിക്കുക: ഇതിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഭാഗം ഏതാണ്? ഉദാഹരണത്തിന്, നാളെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് കരുതുക. ഇവിടെ നിങ്ങളെ തെരഞ്ഞെടുക്കണോ ഇല്ലയോ എന്നത് ഇന്റർവ്യൂ ബോർഡിന്റെ തീരുമാനമാണ്. അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല. നന്നായി തയ്യാറെടുക്കുക, കൃത്യസമയത്ത് അവിടെ എത്തുക, ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക എന്നിവ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ 100% ശ്രദ്ധ കൊടുക്കുക.
ബാക്കിയുള്ളവ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക. 5. മനക്കരുത്തുള്ളവർ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കില്ല. എല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ലത് മാത്രം തോന്നണം, ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ പോലും ഇഷ്ടപ്പെടാത്ത ചിലർ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ പതുക്കെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനക്കരുത്തുള്ളവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാം. എന്നാൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ തങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയുണ്ട്. ചില ആളുകളുണ്ട്, മറ്റുള്ളവർ എന്താവശ്യപ്പെട്ടാലും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് അത് ചെയ്തു കൊടുക്കും. ഉള്ളിൽ ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും മുഖത്തു നോക്കി ഇല്ല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. എവിടെയെങ്കിലും നോ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്നോടുള്ള സ്നേഹം കുറയുമോ, അവർ തന്നെ ഒറ്റപ്പെടുത്തുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. മനക്കരുത്തുള്ളവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതെ സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. അവർക്ക് അവശ്യഘട്ടങ്ങളിൽ സ്നേഹത്തോടെയും എന്നാൽ ദൃഢതയോടെയും നോ പറയാൻ അറിയാം. ഓർക്കുക, നിങ്ങൾ ഒരു നല്ല മനുഷ്യനായിരിക്കുക, അല്ലാതെ എല്ലാവരെയും സുഖിപ്പിക്കുന്ന ഒരു മനുഷ്യനാകരുത്. നിങ്ങളുടെ മൂല്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കുമ്പോൾ ചിലർക്ക് നിങ്ങളോട് വിയോജിപ്പ് തോന്നാം. അത് തികച്ചും സ്വാഭാവികമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് പരാജയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. 6. മനക്കരുത്തുള്ളവർ കണക്കുകൂട്ടിയുള്ള അപകട സാധ്യതകൾ എടുക്കാൻ ഭയപ്പെടില്ല. ജീവിതത്തിൽ യാതൊരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയാറുണ്ട്. ഭൂരിഭാഗം ആളുകളും പുതിയൊരു ബിസിനസ് തുടങ്ങാനോ കരിയർ മാറാനോ വലിയൊരു നിക്ഷേപം നടത്താനോ മടിക്കുന്നത് പരാജയ ഭയം കൊണ്ടാണ്. എന്നാൽ മനക്കരുത്തുള്ളവർ അപകട സാധ്യതകളെ കണ്ട് കണ്ണടച്ച് ഓടുന്നവരല്ല. അവർ കണക്കുകൂട്ടിയുള്ള അപകട സാധ്യതകൾ, കാൽക്കുലേറ്റഡ് റിസ്ക്സ് എടുക്കാൻ എപ്പോഴും തയ്യാറാണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എന്താണെന്നും ഫൂളിഷ് റിസ്ക് എന്താണെന്നും തിരിച്ചറിയണം. യാതൊരു വിവരവുമില്ലാതെ മുൻപിൽ നോക്കാതെ വലിയൊരു തുക കടം വാങ്ങി ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് അവിവേകമാണ്. എന്നാൽ ആ ബിസിനസ്സിനെ കുറിച്ച് നന്നായി പഠിച്ച് വിപണി നിരീക്ഷിച്ച് നഷ്ടം വന്നാൽ അത് താങ്ങാനുള്ള ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കി മുന്നോട്ടു പോകുന്നത് കണക്കുകൂട്ടിയുള്ള റിസ്ക് എടുക്കലാണ്. മനുഷ്യർ റിസ്ക് എടുക്കാൻ ഭയപ്പെടുന്നത് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്. ഒരു പുതിയ കാര്യം ചിന്തിക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് പേടിയായിരിക്കും. ഈ പേടി കാരണം നമ്മൾ ആ കാര്യത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കും. എന്നാൽ മനക്കരുത്തുള്ളവർ വികാരങ്ങൾക്ക് പുറമെ യുക്തിക്കും പ്രാധാന്യം നൽകുന്നു. ഒരു വലിയ തീരുമാനം എടുക്കുന്നതിനു മുമ്പ് അവർ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇത് ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദോഷം എന്താണ്? അതിനെ നേരിടാൻ എനിക്ക് എന്ത് പ്ലാനാണുള്ളത്? ഇത് വിജയിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം എന്താണ്? ഇത് ചെയ്യാതിരുന്നാൽ ഭാവിയിൽ എനിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി വെക്കുമ്പോൾ മനസ്സിലെ പകുതി ഭയവും മാറും. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരെല്ലാം തന്നെ സുരക്ഷിതമായ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് റിസ്ക് എടുത്തവരാണ്. പരാജയപ്പെട്ടാൽ പോലും അതിൽ നിന്ന് വലിയൊരു പാഠം പഠിക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. 7. മനക്കരുത്തുള്ളവർ ഭൂതകാലത്തിൽ ജീവിക്കില്ല. കഴിഞ്ഞുപോയ കാലം ഒരു മരിച്ച കുതിരയെ പോലെയാണ്. അതിനെ എത്ര ചാട്ടവാറുകൊണ്ടടിച്ചാലും അത് എഴുന്നേറ്റോടില്ല. എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ പലരും ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്. ഒന്നുകിൽ കഴിഞ്ഞുപോയ സുവർണ കാലത്തെക്കുറിച്ചോർത്ത് അന്ന് ഞാൻ അതായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരിക്കും. അല്ലെങ്കിൽ ഭൂതകാലത്തിൽ പറ്റിയ തെറ്റുകളെയും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനീതികളെയും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കും. എന്നാൽ മനക്കരുത്തുള്ളവർ ഭൂതകാലത്തെ ഒരു അധ്യാപകനായി മാത്രം കാണുന്നു. അവർ ഒരിക്കലും അവിടെ തമ്പടിച്ച് ജീവിക്കില്ല. ഭൂതകാലത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മനസ്സ് എപ്പോഴും അന്ന് ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു, അയാൾ അത് എന്നോട് ചെയ്യരുതായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകളാൽ അസ്വസ്ഥമായിരിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത് വഴി മനോഹരമായ നിമിഷങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഭൂതകാലത്തിൽ തളച്ചിടപ്പെടുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. ഇത് നിങ്ങളെ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിന്നും തടയും. മുൻപ് ഒരു സൗഹൃദത്തിലോ പ്രണയത്തിലോ വഞ്ചിക്കപ്പെട്ട ഒരാൾ
ഭൂതകാലത്തിലെ ആ വേദനയും പേറി ജീവിച്ചാൽ പിന്നീട് ജീവിതത്തിൽ വരുന്ന നല്ല മനുഷ്യരെ പോലും സംശയത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? ഭൂതകാലത്തെ അംഗീകരിക്കുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ മാറ്റാൻ കഴിയില്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. അന്ന് എനിക്ക് പറ്റിയ തെറ്റിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരോടും സ്വന്തം മനസ്സിനോടും ക്ഷമിക്കുക. ക്ഷമിക്കുക എന്നാൽ അവർ ചെയ്ത തെറ്റ് ശരിയാണെന്ന് സമ്മതിക്കലല്ല, മറിച്ച് ആ ഓർമ്മകൾ തരുന്ന വേദനയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കലാണ്. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഇവിടെ, ഇപ്പോൾ എന്നതിലേക്ക് കൊണ്ടുവരിക. ഹിയർ ആൻഡ് നൗ. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഈ നിമിഷമാണ് ഏറ്റവും പ്രധാനം. മികച്ചൊരു വർത്തമാനകാലം കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ മനോഹരമായൊരു ഭാവി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയൂ. 8. മനക്കരുത്തുള്ളവർ ഒരേ തെറ്റുകൾ ആവർത്തിക്കില്ല. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ശരിയുമാണ്. എന്നാൽ പറ്റിയ തെറ്റിൽ നിന്ന് ഒന്നും പഠിക്കാതെ അതേ തെറ്റ് തന്നെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത് മാനസിക കരുത്തിന്റെ ലക്ഷണമല്ല. മാനസിക കരുത്തുള്ള വ്യക്തികൾ തങ്ങൾക്ക് പറ്റിയ വീഴ്ചകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ എപ്പോഴും ഒരേ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ ചെന്ന് ചാടും, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള തെറ്റായ സൗഹൃദങ്ങളിൽപ്പെട്ട് വഞ്ചിക്കപ്പെടും. എന്നിട്ട് അവർ വിധിയെയും സാഹചര്യങ്ങളെയും കുറ്റം പറയും. ആദ്യത്തെ തവണ തെറ്റ് പറ്റിയപ്പോൾ അതിന് കാരണമായ സ്വന്തം പെരുമാറ്റത്തെയോ ചിന്താഗതിയെയോ വിലയിരുത്താൻ അവർ തയ്യാറാകുന്നില്ല. തെറ്റുകളെ മൂടിവെക്കാനോ നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് അത് വീണ്ടും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഒരേ തെറ്റ് ആവർത്തിക്കുന്നത്? മനുഷ്യൻ തന്റെ പഴയ ശീലങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ മടങ്ങിപ്പോകാൻ ഇഷ്ടപ്പെടുന്നു. പുതിയൊരു രീതി പഠിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പം പഴയ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അഹംഭാവം അഥവാ ഈഗോ കാരണം സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അത് സമ്മതിക്കാൻ പലരും മടിക്കുന്നു. ഈ ശീലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മനക്കരുത്തുള്ളവർ ചില വഴികൾ സ്വീകരിക്കുന്നു. തെറ്റംഗീകരിക്കുക. അതെ, എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി എന്ന് തുറന്ന് സമ്മതിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. കാരണം കണ്ടെത്തുക. എന്തുകൊണ്ടാണ് ആ തെറ്റ് പറ്റിയത് എന്ന് സ്വയം വിശകലനം ചെയ്യുക. വികാര വിക്ഷോഭം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അതോ അശ്രദ്ധ കൊണ്ടോ ഇത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. ഒരു ബദൽ പ്ലാൻ ഉണ്ടാക്കുക. അടുത്ത തവണ സമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എങ്ങനെ വ്യത്യസ്തമായി പ്രതികരിക്കും എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. ഓർക്കുക, ആദ്യത്തെ തവണ പറ്റുന്നത് അബദ്ധമാണ്, എന്നാൽ അത് ആവർത്തിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് അഥവാ ചോയ്സ് ആണ്. 9. മനക്കരുത്തുള്ളവർ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടില്ല. മറ്റുള്ളവരുടെ വിജയം നമ്മെ അസ്വസ്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ലോകത്ത് പരിമിതമായ വിജയങ്ങൾ മാത്രമേയുള്ളൂ എന്നും അത് മറ്റൊരാൾ സ്വന്തമാക്കുമ്പോൾ എനിക്ക് കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നുമുള്ള തെറ്റായ ചിന്താഗതി ഇതിനു പിന്നിലുണ്ട്. സ്കേഴ്സിറ്റി മെന്റാലിറ്റി. മറ്റൊരാളുടെ തിളക്കം സ്വന്തം ഇരുട്ടിനെ കൂടുതൽ വലുതാക്കി കാണിക്കുന്നു എന്നവർ ഭയപ്പെടുന്നു. അസൂയയും വിദ്വേഷവും നമ്മുടെ ഉള്ളിലെ ഊർജത്തെയാണ് നശിപ്പിക്കുന്നത്. മറ്റൊരാളുടെ വിജയത്തെക്കുറിച്ചോർത്ത് അസ്വസ്ഥനാകുന്ന വ്യക്തിക്ക് സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും ഉള്ളിൽ കടുത്ത ദേഷ്യം വളർത്തുകയും ചെയ്യും. ഈ ചിന്താഗതിയെ എങ്ങനെ മാറ്റിയെടുക്കാം? വിജയത്തിന്റെ വ്യാഖ്യാനം മാറ്റുക. വിജയം എന്നത് മറ്റൊരാളെ തോൽപ്പിക്കുന്നതല്ല, നിങ്ങളുടെ ഇന്നലത്തെ അവസ്ഥയേക്കാൾ മികച്ചതാകുക എന്നതാണ് നിങ്ങളുടെ ഇന്നത്തെ വിജയം. നിങ്ങളുടെ ഒരേയൊരു മത്സരം നിങ്ങളോട് തന്നെ ആയിരിക്കണം. അവരുടെ കഠിനാധ്വാനത്തെ കാണുക. ഒരാളുടെ വിജയം മാത്രം കാണാതെ അതിനു പിന്നിൽ അവർ ഒഴുക്കിയ വിയർപ്പും സഹിച്ച ത്യാഗങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളിൽ അസൂയയ്ക്ക് പകരം ബഹുമാനമുണ്ടാക്കും. സമൃദ്ധിയിൽ വിശ്വസിക്കുക. അബണ്ടൻസ് മെന്റാലിറ്റി. ഈ ലോകം വളരെ വലുതാണ്. എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. മറ്റൊരാളുടെ വിജയം നിങ്ങളുടെ വിജയത്തെ തടയുന്നില്ല എന്ന് മനസ്സിലാക്കുക. 10. മനക്കരുത്തുള്ളവർ ആദ്യത്തെ പരാജയത്തിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പിന്മാറില്ല. കുട്ടിക്കാലത്ത് നടക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ എത്രയോ തവണ വീണിട്ടുണ്ട്.
വീഴുമ്പോഴെല്ലാം നമ്മൾ എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. എന്നാൽ വളർന്നു വലുതാകുമ്പോൾ നമ്മൾ ആദ്യത്തെ പരാജയത്തിൽ തന്നെ ഭയന്ന് വിറച്ച് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. പരാജയം എന്നത് യാത്രയുടെ അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയുടെ ഒരു വഴിത്തിരിവ് മാത്രമാണ് എന്ന് മനക്കരുത്തുള്ളവർക്ക് നന്നായി അറിയാം. ഭൂരിഭാഗം ആളുകളും പരാജയത്തെ ഒരു വ്യക്തിപരമായ അപമാനമായിട്ടാണ് കാണുന്നത്. ഞാൻ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞാനൊരു തോൽവിയാണ് എന്ന് അവർ സ്വയം വിലയിരുത്തുന്നു. മറ്റുള്ളവർ തങ്ങളെ പരിഹസിക്കുമോ എന്ന ഭയമാണ് പലരെയും വീണ്ടും ശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. തോൽവി തങ്ങളുടെ കഴിവുകേടാണെന്ന് അവർ ഉറപ്പിക്കുന്നു. എന്നാൽ ലോകത്തിലെ വലിയ വിജയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവയെല്ലാം പരാജയങ്ങളുടെ മുകളിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് എന്ന് കാണാം. തോമസ് ആൽവ എഡിസൺ ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരാജയപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് ബൾബ് ഉണ്ടാക്കാൻ പറ്റാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്നാണ്. ഈ ചിന്താഗതിയാണ് മാനസിക കരുത്ത്. പരാജയങ്ങളെ എങ്ങനെ ധൈര്യത്തോടെ നേരിടാം? ചിന്താഗതി മാറ്റുക, ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉണ്ടാക്കുക. പരാജയത്തെ നിങ്ങളുടെ കഴിവിന്റെ കുറവായി കാണാതെ പുതിയൊരറിവ് നേടാനുള്ള അവസരമായി കാണുക. പരാജയം നിങ്ങളെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. കാരണങ്ങൾ വിശകലനം ചെയ്യുക. എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് വൈകാരികമല്ലാതെ യുക്തിസഹമായി ചിന്തിക്കുക. മറ്റൊരു വഴിയിലൂടെ ശ്രമിക്കുക. ഒരേ രീതിയിൽ തന്നെ വീണ്ടും ശ്രമിക്കാതെ തെറ്റുകൾ തിരുത്തി പുതിയൊരു തന്ത്രത്തോടെ മുന്നോട്ടു പോകുക. സ്ട്രാറ്റജിക് പ്ലാനിംഗ്. ഓർക്കുക, നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങൾ വീഴുമ്പോഴല്ല, മറിച്ച് വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വിസമ്മതിക്കുമ്പോഴാണ്. 11. മനക്കരുത്തുള്ളവർ തനിച്ചിരിക്കുന്ന സമയത്തെ ഭയപ്പെടില്ല. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കുറച്ചു സമയം ഒന്നിന്റെയും സഹായമില്ലാതെ തനിച്ചിരിക്കുക എന്നതായിരിക്കും. അല്പം സമയം കിട്ടിയാൽ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. തനിച്ചിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ശൂന്യതയെ പലരും ഭയപ്പെടുന്നു. എന്നാൽ മനക്കരുത്തുള്ളവർ തനിച്ചിരിക്കുന്ന സമയത്തെ ഭയപ്പെടാറില്ല. പകരം അവർ ആ സമയത്തെ സ്വയം വിലയിരുത്താനും ചിന്തകളെ ക്രമീകരിക്കാനുമുള്ള സുവർണാവസരമായി ഉപയോഗിക്കുന്നു. തനിച്ചിരിക്കലും ഒറ്റപ്പെടലും രണ്ടാണ്. മറ്റാരുമില്ലാത്തതുകൊണ്ടുണ്ടാകുന്ന സങ്കടമാണ് ഒറ്റപ്പെടൽ, ലോൺലിനെസ്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മനസ്സിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് തനിച്ചിരിക്കൽ, സോളിറ്റ്യൂഡ്. പലരും തനിച്ചിരിക്കാൻ ഭയപ്പെടുന്നത് ആ സമയത്ത് മനസ്സിലേക്ക് വരുന്ന പല ചിന്തകളെയും ചോദ്യങ്ങളെയും നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ നിരന്തരം എന്തെങ്കിലും ശബ്ദങ്ങളോ ഡിജിറ്റൽ ലോകത്തെ കാഴ്ചകളോ ഉപയോഗിച്ച് മനസ്സിനെ എപ്പോഴും തിരക്കിലാക്കി വെക്കാൻ ശ്രമിക്കുന്നു. നിരന്തരം മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ മുഴുകുന്നതും നമ്മുടെ ചിന്താശേഷിയെ മരവിപ്പിക്കും. തനിച്ചിരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സ്വന്തമായി സർഗാത്മകമായ ആശയങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ല. തനിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്വയം തിരിച്ചറിവ്, സെൽഫ് റിഫ്ലക്ഷൻ. നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശാന്തമായി ചിന്തിക്കാൻ ഈ സമയം സഹായിക്കും. മാനസിക പുനരുജ്ജീവനം, റീചാർജ്. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ തനിച്ചിരിക്കൽ അത്യാവശ്യമാണ്. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, സർഗാത്മകത വർദ്ധിക്കുന്നു. വലിയ എഴുത്തുകാരും ശാസ്ത്രജ്ഞരും എല്ലാം തങ്ങളുടെ മികച്ച സൃഷ്ടികൾ നടത്തിയത് തനിച്ചിരിക്കുന്ന നിമിഷങ്ങളിലാണ്. ദിവസവും കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും മൊബൈൽ ഫോണോ ടിവിയോ ഇല്ലാതെ തികച്ചും ശാന്തമായി തനിച്ചിരിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ ചിന്തകളെ വെറുതെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഇത് നൽകും. 12. മനക്കരുത്തുള്ളവർ ലോകം തങ്ങളോട് എന്തോ കടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കില്ല. ഞാൻ ഇത്രയധികം പഠിച്ചതാണ്, എനിക്ക് നല്ലൊരു ജോലി തരാൻ ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ചിന്താഗതിയെയാണ് അർഹതാ മനോഭാവം, എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ മനക്കരുത്തുള്ളവർ ഈ ലോകം തങ്ങൾക്ക് ഒന്നും വെറുതെ തരാൻ കടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നവരാണ്. അവർ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു.
ഈ അർഹതാ മനോഭാവം പലരിലും ഉണ്ടാകുന്നത് കുട്ടിക്കാലത്ത് വളർന്ന സാഹചര്യങ്ങൾ വഴിയോ അമിതമായ ലാളന ലഭിക്കുന്നത് കൊണ്ടോ ആകാം. ചോദിക്കുന്നതെല്ലാം തളികയിൽ വെച്ച് നീട്ടാൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന തെറ്റായ ധാരണ വളരുമ്പോൾ ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എന്നവർ കരുതുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ചിന്താഗതി കനത്ത തിരിച്ചടിയാകും സമ്മാനിക്കുക. ലോകം തങ്ങളോട് നീതി കാണിക്കുന്നില്ല എന്ന പരാതി എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് വഴി ഈ വ്യക്തികൾ നിരന്തരം നിരാശരായിരിക്കും. അവർ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയല്ലാതെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കില്ല. തങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന ദേഷ്യം മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും പ്രതിഫലിക്കും. ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ മനക്കരുത്തുള്ളവർ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. അധ്വാനത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ യോഗ്യതകളോ നല്ല സ്വഭാവമോ കൊണ്ട് മാത്രം കാര്യങ്ങൾ തനിയെ നടക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കഠിനാധ്വാനം നിങ്ങൾ തന്നെ ചെയ്യണം. സഹായങ്ങളെ വിലമതിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന സഹായങ്ങൾ അവരുടെ കടമയല്ല, മറിച്ച് അവരുടെ സ്നേഹ കൂടുതൽ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളിൽ അഹങ്കാരത്തിനു പകരം നന്ദിബോധം ഉണ്ടാക്കും. പരാതികൾ ഒഴിവാക്കുക. സാഹചര്യങ്ങളെ കുറ്റം പറയുന്നതിന് പകരം എനിക്ക് ലഭിച്ച ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ മികച്ചതുണ്ടാക്കിയെടുക്കാം എന്ന് ചിന്തിക്കുക. ഓർക്കുക, ഈ ലോകം നിങ്ങൾ ജനിക്കുന്നതിന് മുൻപും ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നും വെറുതെ തരാൻ കടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ വെട്ടിത്തുറക്കണം. 13. മനക്കരുത്തുള്ളവർ പെട്ടെന്നുള്ള ഫലങ്ങൾക്കായി കാത്തിരിക്കില്ല. ഇന്നത്തെ കാലത്തെ ഇൻസ്റ്റന്റ് യുഗം എന്ന് വിളിക്കാം. 2 മിനിറ്റിൽ നൂഡിൽസ്, മിനിറ്റുകൾക്കുള്ളിൽ ഓൺലൈൻ ഡെലിവറി, ഇങ്ങനെ എല്ലാം പെട്ടെന്ന് നടക്കണം. ഈ ശീലം നമ്മുടെ ചിന്താഗതിയെയും ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ജിമ്മിൽ പോയാൽ നാളെ തന്നെ നമ്മുടെ ശരീരത്തിൽ മാറ്റം സംഭവിക്കണം. ഇന്ന് ബിസിനസ് തുടങ്ങിയാൽ അടുത്ത മാസം തന്നെ കോടീശ്വരനാകണം എന്നൊക്കെയാണ് പലരുടെയും ആഗ്രഹം. എന്നാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്കും വിജയങ്ങൾക്കും സമയമെടുക്കും എന്ന് മനക്കരുത്തുള്ളവർക്ക് കൃത്യമായി അറിയാം. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. അവർ പെട്ടെന്നുള്ള ഫലങ്ങൾക്കായി കാത്തിരിക്കാതെ ക്ഷമയോടെ തങ്ങളുടെ പ്രയത്നം തുടരുന്നു. പെട്ടെന്ന് ഫലം കാണാത്തപ്പോൾ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന കാര്യം തങ്ങൾ തുടങ്ങിയ കാര്യം പകുതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നതാണ്. ഒരു പുതിയ ശീലം, ഉദാഹരണത്തിന് വായന, വ്യായാമം, ധ്യാനം തുടങ്ങിയവ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ കാര്യമായ മാറ്റമൊന്നും കാണിക്കാത്തത് കൊണ്ട് അവർ അത് നിർത്തലാക്കുന്നു. വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ചെറിയ ചെറിയ ചുവടുകൾ ദിവസവും വെക്കേണ്ടതുണ്ട് എന്ന കാര്യം അവർ മറന്നുപോകുന്നു. മാറ്റങ്ങൾ സാവധാനമേ സംഭവിക്കൂ. ഒരു വിത്ത് പാകിയാൽ അത് പിറ്റേ ദിവസം തന്നെ വൃക്ഷമായി ഫലം തരില്ലല്ലോ. അതിന് കൃത്യമായി വെള്ളവും വളവും നൽകി മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടതുണ്ട്. ക്ഷമയോടുകൂടി ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഈ രീതികൾ പിന്തുടരാം. പ്രക്രിയയെ ആസ്വദിക്കുക. എൻജോയ് ദ പ്രോസസ്. അവസാന ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആകുലപ്പെടാതെ നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ചെറിയ ചെറിയ പുരോഗതികളെ തിരിച്ചറിയുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. മൈൽ സ്റ്റോൺസ് ഇത് മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകും. യാഥാർത്ഥ്യ ബോധമുള്ളവരാകുക. ബി റിയലിസ്റ്റിക്. ഏത് കാര്യത്തിനും അതിൻ്റെതായ സമയമെടുക്കും എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. പെട്ടെന്ന് കിട്ടുന്ന വിജയങ്ങൾ പലപ്പോഴും താത്കാലികമായിരിക്കും. മാനസിക കരുത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ പുസ്തകത്തിൽ നമ്മൾ ചർച്ച ചെയ്ത 13 കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ ബോധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ശക്തമാകുന്നത്. നമുക്ക് സംഭവിച്ച തെറ്റുകളെ ഓർത്ത് സ്വയം സഹതപിക്കാതെ ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തം കൈകളിൽ സൂക്ഷിച്ചുകൊണ്ട് മാറ്റങ്ങളെ ധൈര്യത്തോടെ സ്വീകരിച്ച് ക്ഷമയോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ടു പോയാൽ ഏതൊരു വ്യക്തിക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന വിജയവും മനസ്സമാധാനവും സ്വന്തമാക്കാൻ സാധിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.